ഒരു സിൻസോ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ AutoCAD എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ് എൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ ബാക്കി ഫർദർ നമ്മളൊരു ലൈൻ എന്ന് പറയുന്ന കമാൻഡ് ദെൻ ഇറേസ് ഇങ്ങനെ ഒന്ന് രണ്ട് കമാൻഡ്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ AutoCAD ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇവിടെ ഒരു ന്യൂ ഷീറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കിതിൽ കാണും. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ AutoCAD ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഡീഫോൾട്ടായിട്ട് വരുന്ന രണ്ട് സെറ്റിങ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് രണ്ട് ഷീറ്റ്സ്. അല്ലെ, ഫസ്റ്റ് ഷീറ്റാണ് ഇമ്പീരിയൽ, ദെൻ സെക്കൻഡ് വൺ ഈസ് മെട്രിക്. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ എല്ലാ കേസസിലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പുതിയ ഷീറ്റ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫയലിൽ ന്യൂ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇമ്പീരിയൽ അല്ലെങ്കിൽ മെട്രിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പലപ്പോഴും കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതിന് പകരം വരുന്നത് ചിലപ്പോൾ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതൊന്ന് ലോഡ് ആയിക്കോട്ടെ. ഇപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ AutoCAD കുറേ സിസ്റ്റം വാരിയബിൾസ് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ തൽക്കാലം ഇപ്പോൾ ഒരു ന്യൂ ഷീറ്റ് എടുക്കാമെന്ന് വെച്ചോളൂ. അപ്പോൾ ചിലപ്പോൾ ഒന്നുകിൽ നമ്മൾ നേരത്തെ കണ്ടൊരു വിൻഡോ ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വരുന്നത് ഇതുപോലെ സെലക്ട് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മൾ ഏതൊരു ഡ്രോയിങ് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്തുണ്ടായിരിക്കും, നമ്മളൊരു ടെംപ്ലേറ്റ് നമ്മൾ സെറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് അതിനൊരു ബോർഡർ ഉണ്ടായിരിക്കും, അതിനൊരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് ഡ്രോൺ, ഡിസൈൻ, ചെക്ക്ഡ്, അപ്ലോഡ്, സ്റ്റാൻഡേർഡ്, പിന്നെ അതിൻ്റെ സ്കെയിൽ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഏത് ആംഗിൾ നമ്മൾ ഫസ്റ്റ് ആംഗിളാണോ തേർഡ് ആംഗിളാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാനായിട്ട്. അതല്ലെങ്കിൽ കമ്പനിയുടെ ലോഗോ ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ വിത്ത് ആ ടെംപ്ലേറ്റ് അടക്കം ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എനിവേ ഇങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു ഡീഫോൾട്ട് ഏതെങ്കിലും ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം, ദെൻ ഓപ്പൺ ചെയ്യും. അതിനുശേഷം നമുക്ക് വരുന്നത് നോർമലി ഇങ്ങനത്തെ ഒരു ഷീറ്റ് തന്നെയായിരിക്കും, നേരത്തെ കണ്ട പോലെ തന്നെ ഷീറ്റ് തന്നെയായിരിക്കും. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഇമ്പീരിയൽ ആണോ മെട്രിക് ആണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് ഒന്നുകിൽ നമുക്ക് ഒരു ലിമിറ്റ് സെറ്റ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒരു സിസ്റ്റം വാരിയബിൾ ഉണ്ട്, സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ട്, STARTUP, സ്റ്റാർട്ടപ്പ്. നമ്മൾ സ്റ്റാർട്ട് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അതിൽ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിൽ സ്റ്റാർട്ടപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ കിടക്കുന്നത് 0 ആണ്. അപ്പം ഞാനത് 1 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 ഷീറ്റ്സ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യണം. ഇതും കൂടി ഞാനൊന്ന് ക്ലോസ് ചെയ്തു. ഇനി ഞാനൊരു പുതിയ ഷീറ്റ് എടുക്കുകയാണ്. അപ്പോൾ ന്യൂ ഷീറ്റ് എടുക്കാനായിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഫയലിൽ നമ്മൾ ന്യൂ ഷീറ്റ് എടുക്കുകയാണ്. ഓക്കെ, സോ ഞാൻ ക്ലോസ് ചെയ്തുകൊണ്ട് ഒന്ന് റെഡി ആവുന്നേ ഉള്ളൂ സിസ്റ്റം ഒന്ന്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഫയലിൽ ന്യൂ ഷീറ്റ്, ഇനി നമ്മളൊരു ന്യൂ ഷീറ്റ് എടുത്ത് നോക്കും. അപ്പോൾ ഇനി ഒരു ന്യൂ ഷീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ വരുന്നത് കണ്ടോ, ഈ ഒരു വിൻഡോ ആയിരിക്കും, ക്രിയേറ്റ് ന്യൂ ഡ്രോയിങ് എന്ന് പറഞ്ഞൊരു വിൻഡോ ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്ക് ഇമ്പീരിയൽ ഉണ്ട്, മെട്രിക് ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ 4 ഓപ്ഷൻസ് കാണും. ഇത് നമ്മൾ റീസെൻ്റ്ലി ക്ലോസ് ചെയ്ത ഫയൽസ് നമുക്ക് ഡയറക്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യാം. ഇതല്ലെങ്കിൽ നമുക്ക് ഫയലിൽ പോയിട്ട് ഫയലിൽ ഓപ്പൺ എന്ന ഓപ്ഷൻ എടുത്ത് നമുക്ക് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷനാണ് ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് നിൽക്കുന്നതിൽ. അതിൽ വരുന്ന സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, ഈ പറഞ്ഞ ഡീഫോൾട്ട് ഷീറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇമ്പീരിയലിൻ്റെ ഷീറ്റ് സൈസ് ഞാൻ പറഞ്ഞുതരാം, മെട്രിക്കിൻ്റെയും പറഞ്ഞുതരാം. ഇതല്ലാതെ നമുക്ക് വിത്ത് ഒരു ടെംപ്ലേറ്റ് അടക്കം ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെംപ്ലേറ്റ് ഉണ്ട്. ആ ടെംപ്ലേറ്റ് അടക്കം നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഒരു ഷീറ്റ് ഡിഫൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വാൻസ് സെറ്റപ്പിൽ പോയിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം ഷീറ്റിൻ്റെ സൈസ് ചോദിക്കും, പിന്നെ നെക്സ്റ്റ് അതിൻ്റെ മാർജിൻസും പ്രിൻ്റബിൾ ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിവേ ഞാനിപ്പോൾ ഇവിടെ ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ഷീറ്റ്സ് ആണ്, അതായത് ഒരു ഇമ്പീരിയൽ. ഇതിൽ ഇമ്പീരിയൽ എന്ന് പറഞ്ഞൊരു ഷീറ്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ യൂണിറ്റ് അവിടെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ ബ്രാക്കറ്റിൽ ഫീറ്റ് ഓർ ഇഞ്ചസ്, ഫീറ്റ് ആൻഡ് ഇഞ്ചസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12/9 ആണ് ഇമ്പീരിയൽ എന്ന് പറഞ്ഞ ഷീറ്റിൻ്റെ സൈസ്. അതുപോലെ തന്നെ നമ്മുടെ മെട്രിക് എന്ന് പറഞ്ഞൊരു ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആണ്, മില്ലിമീറ്റർ. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 420/297 ആണ്. ഓക്കെ, അതായത് 420 mm 297 mm ലെങ്ത്ത്, ദെൻ അതിൻ്റെ ഒരു വിഡ്ത്ത്. അപ്പോൾ ആക്ച്വലി ആ ഒരു സൈസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഷീറ്റ് ഏതായിരിക്കും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമുക്കറിയാം A4 ഷീറ്റിൻ്റെ സൈസ് എത്രയാണ് നമുക്ക് വരുന്നത്, 210/297 mm ആണ്. അപ്പോൾ അതിൻ്റെ ഡബിൾ, അതായത് A4ൻ്റെ ഡബിളാണ് ശരിക്കും A3 എന്ന് പറയുന്നത്. അപ്പോൾ എത്രയായിരിക്കും അതിൻ്റെ ഡബിൾ, 210/297 ആണ്. അപ്പോൾ 210/297 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഗെയിൻ ഒരു 210/297 വേണ്ടി വെച്ചാൽ മതി അല്ലേ. അപ്പോൾ അങ്ങനെ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 420/297 ആയിരിക്കും. ഓക്കെ,
ദാറ്റ് മീൻസ് നമ്മൾ ഡബിൾ ആക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് മാറുന്നില്ല, then അതിൻ്റെ ഒരു വിഡ്ത്താണ് നമുക്ക് മാറുന്നത്. അപ്പോൾ അത് മാത്രമേ മൾട്ടിപ്പിൾ ആവുള്ളൂ, മീൻസ് ഡബിൾ ആവുള്ളൂ. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ തൽക്കാലം ഇതിൽ ഞാൻ ഇമ്പീരിയൽ എന്ന് പറഞ്ഞൊരു ഷീറ്റ് ചൂസ് ചെയ്തു, ദെൻ ഓക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓട്ടോക്യാഡിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അപ്പോൾ ഇതിൽ കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. മെയിൻലി നമ്മൾ ഓട്ടോക്യാഡ് യൂസ് ചെയ്യുന്നത് ഡ്രാഫ്റ്റിംഗ് പർപ്പസിനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഷീറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമുക്കാണെങ്കിൽ അറിയാം, നമ്മളൊരു ഡ്രോയിങ് ചെയ്യണമെങ്കിൽ നമുക്ക് മെയിനായിട്ട് കുറച്ച് ടൂൾസ് വേണം. നോർമലി നമ്മൾ മാനുവലായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഷീറ്റ് സെറ്റ് ചെയ്യണം, നമുക്കൊരു ഡ്രാഫ്റ്റർ വേണ്ടി വരും, പെൻസിൽസ് വേണ്ടി വരും, അതുപോലെ തന്നെ നമുക്ക് കോമ്പസ് അല്ലെ സർക്കിൾസ് ഒക്കെ സ്കെച്ച് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഇറേസർ വേണ്ടി വരും, നമുക്ക് വൺസ് നമ്മൾ വരച്ച് നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ കോമൺലി നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സോഫ്റ്റ്വെയറിലാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് 2 ടൈപ്പ് ടൂൾസാണുള്ളത്. വൺ ഈസ് ഫോർ ഡ്രാഫ്റ്റിംഗ്, ദാറ്റ് മീൻസ് നമ്മൾ ഡ്രോ എന്ന് പറയും. ഇപ്പോൾ ഡ്രോ ചെയ്യാനുള്ള കുറേ ടൂൾസാണ് നമുക്ക് ഓട്ടോക്യാഡിൽ വരുന്നത്. പിന്നെ മെയിൻലി നമുക്ക് പറയുകയാണെങ്കിൽ മോഡിഫൈ ചെയ്യാനായിട്ട്. മോഡിഫൈ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വൺസ് ഒരു ഒബ്ജക്റ്റ് വരച്ചാൽ നമുക്ക് അതിനെ കോപ്പി ചെയ്യാം, അതിനെ റേസ് ചെയ്യാം, നമുക്ക് അതിനെ എന്താ പറയുക ഓഫ്സെറ്റ് ചെയ്യാൻ അറിയാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും നമുക്ക് ഈ ഫയലിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡ്രോയിൽ പോകണം. ഫോർ എക്സാമ്പിൾ ഡ്രോയിൽ പോയാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ആർക്ക് ക്രിയേറ്റ് ചെയ്യാം, സർക്കിൾ ക്രിയേറ്റ് ചെയ്യാം, ലൈൻ ക്രിയേറ്റ് ചെയ്യാം, എലിപ്സ് ക്രിയേറ്റ് ചെയ്യാം, റെക്ടാങ്കിൾ, ഓക്കെ, ഹാച്ചസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. മോഡിഫൈയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൂൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ശരിക്കും മെനു ബാർ എന്ന് പറയാം. നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫയൽ, അതുപോലെ തന്നെ എഡിറ്റ്, വ്യൂ, ഇൻസർട്ട്, ഫോർമാറ്റ്, ടൂൾസ്, ഇത് കാണാൻ പറയുന്നതാണ് മെനു ബാർ. അപ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ നോക്കിയാൽ ഇവിടെ ചിലപ്പോൾ ഒരു മെനു ബാർ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഇത് നമ്മൾ പറയാം, ഏറ്റവും ടോപ്പിൽ കാണാൻ പറയാം ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് പറയാം, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. അപ്പോൾ ഇതിൽ നമുക്ക് ഈ എൻഡിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഇവിടെ ഹൈഡ് മെനു ബാർ എന്ന് പറഞ്ഞാൽ മെനു ബാർ കാണില്ല. അപ്പോൾ നമുക്കിതില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ഷോ മെനു ബാർ എടുത്താൽ ഇവിടെ മെനു ബാർ നമുക്ക് കാണാം. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷനാണ്, നമുക്കിപ്പോൾ ഫയൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഷീറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കണമെങ്കിൽ ഇതിന് നമ്മൾ പറയാന്ന് വെച്ചാൽ അപ്ലിക്കേഷൻ മെനു എന്ന് പറയും. അപ്ലിക്കേഷൻ മെനുവിൽ പോയാൽ നമുക്ക് ഫയലിൽ ന്യൂ എടുക്കാം, ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, എക്സിറ്റ് ഒക്കെ ചെയ്യാം. ഓക്കെ, ആ സെയിം തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ അപ്ലിക്കേഷൻ മെനു, ഇത് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ, ഇത് വന്നിട്ട് നമ്മുടെ മെനു ബാർ. ഇനി അതിൻ്റെ താഴെ വരുന്നതാണ് നമുക്കിതിനെ ടാബ് എന്ന് പറയും. ദാറ്റ് മീൻസ് ഇതൊരു ഹോം എന്ന് പറഞ്ഞ ടാബാണ്, ഇത് ഇൻസേർട്ട് എന്ന് പറഞ്ഞ ടാബാണ്, ഇത് അനോട്ടേറ്റ് എന്ന് പറഞ്ഞ ടാബാണ്. അപ്പോൾ ഈ ഹോം എന്ന് പറഞ്ഞ ടാബ് എടുത്താൽ അതിൻ്റെ അണ്ടറിൽ തന്നെ നമുക്ക് കണ്ടോ ഇവിടെ ഒരു ഡ്രോ അല്ലെങ്കിൽ മോഡിഫൈ അല്ലെങ്കിൽ അനോട്ടേഷൻ ലെയേഴ്സ്. ഈ ഡ്രോ എന്ന് പറയുന്ന ഒരു പാനലാണ്. നമ്മൾ ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പിൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, വേണമെങ്കിൽ നമുക്കിത് അൺപിൻ ചെയ്യാം, ഓട്ടോമാറ്റിക്കലി അത് ഹൈഡ് ആയിക്കോളും. നമ്മളോട് വരയ്ക്കുന്ന സമയത്ത് പിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ പിൻ ചെയ്ത് നിൽക്കും. കണ്ടോ, നമുക്ക് ഈ ഡ്രോ എന്ന് പറഞ്ഞ പാനലിൽ ഇത്രയും ടൂൾസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ മോഡിഫൈ എന്ന് പറഞ്ഞ പാനൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇത്ര ടൂൾസ് വരുന്നുണ്ട്. അപ്പോൾ സപ്പോസ് നമുക്കിത് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ പാനൽസ് നമ്മൾ അറിയാണ്ടത് അൺചെക്ക് ചെയ്താൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഒന്നും കാണില്ല. അപ്പോൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ പാനൽസ് എടുക്കുക, മോഡിഫൈഡ്. ഇതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹോം എന്ന് പറഞ്ഞ ടാബ് ചിലപ്പോൾ കാണില്ല, ആരെങ്കിലും ചിലപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഷോ ടാബ്സ് എടുത്ത് ഇവിടെ ഹോം കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഷോ ടാബ്സ് എടുത്തിട്ട് ഹോം. അപ്പം നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ ടാബ്സും അതുപോലെ തന്നെ പാനൽസും ഇതുപോലെ നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് മെയിനായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഒരു XY എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്ന പേരാണ് UCS. UCS സ്റ്റാൻഡ്സ് ഫോർ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്താണെങ്കിലും നമുക്ക് ഗ്രാഫിലൊക്കെ ആണെങ്കിലും നമ്മൾ വരയ്ക്കുകയാണെങ്കിലും നമുക്കൊരു കോർഡിനേറ്റ് വേണം അല്ലേ, XY കോർഡിനേറ്റ്. പിന്നെ സെഡും കൂടി ഉണ്ടായിരിക്കും. നോർമലി ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് 2D ആയതുകൊണ്ട് നമുക്ക് Xഉം Y ഉള്ളൂ. ഇതിലിപ്പോൾ സെഡ് നമുക്ക് കാണാൻ പറ്റില്ല. സെഡ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു വ്യൂ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഓട്ടോക്യാഡിൽ എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വ്യൂ എന്ന് പറയുന്നത് ടോപ്പ് വ്യൂ ആണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടോ, ടോപ്പ്, ദെൻ 2D വയർ ഫ്രെയിം. ഓക്കെ, അപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഈ UCSനെ പറയുന്ന പേരാണ് WCS എന്ന് പറയാം, വേൾഡ് കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി ഓട്ടോക്യാഡിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കമാൻഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് കണ്ടോ ഇവിടെ ടൈപ്പ് എ കമാൻഡ്, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റർ എന്ന് പറഞ്ഞാൽ കണ്ടോ ലയൻ എന്ന് പറഞ്ഞൊരു കമാൻഡായി. അതല്ലെങ്കിൽ നമുക്ക് ലയൻ എന്ന് പറഞ്ഞ കമാൻഡ് നമുക്ക് ഇവിടെ നിന്നും എടുക്കാം. അതെപ്പോഴും നമ്മൾ ഇവിടെ എന്ത് പിക്ക് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി കണ്ടോ അവിടെ കമാൻഡ് ലൈനിൽ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ പറയുന്നവരാണ് കമാൻഡ് ലൈൻ അല്ലെങ്കിൽ കമാൻഡ് പ്രോംപ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വരുന്നത് കണ്ടോ, ഞാനിപ്പോൾ ഈ ഒരു മൗസ് മൂവ് ചെയ്യണം കണ്ടോ, ഇവിടേക്ക് വരുമ്പോൾ കണ്ടോ താഴേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ. അപ്പോൾ നിങ്ങൾ താഴേക്ക് നോക്കി കണ്ടോ കേഴ്സർ, ഇവിടേക്ക് വരുമ്പോൾ കണ്ടോ ഒരു ക്രോസ് അല്ലേ. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് ഹെയർ. അതായത് ഒരു വെർട്ടിക്കൽ ലൈനുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ലൈനുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ക്രോസ് ഹെയർ എന്ന് പറയാം. അതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കാണാം ഒരു ചെറിയൊരു സ്ക്വയർ കാണാം, അതിനെ പറയുന്ന പേരാണ് പിക്ക് ബോക്സ് എന്ന് പറയാം. അതായത് പിക്ക് ചെയ്യാനുള്ള ബോക്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക ഒരു സർക്കിൾ വരച്ചെന്ന് വെച്ചോളൂ.
അപ്പോൾ ഈ സർക്കിളിൻ്റെ ഒരു കോപ്പി എനിക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമുക്ക് ഇവിടെ അതിൻ്റെ ഒരു കോപ്പി ഓപ്ഷൻ ഉണ്ട്. കോപ്പി എടുക്കുമ്പോൾ കണ്ടോ ഇപ്പോൾ കാണിക്കുന്ന ബോക്സ് കണ്ടോ, അതാണ് പിക്ക് ബോക്സ്, പിക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, അതേസമയം ഞാനൊരു ലൈൻ എടുക്കാമെന്ന് വെച്ചുള്ളൂ. ആ സമയത്ത് ക്രോസ് ഹെയർ മാത്രമേ കാണിക്കുകയുള്ളൂ. ക്ലിയർ ആയോ? അപ്പോൾ ക്രോസ് ഹെയർ മാത്രമാണ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു ഡ്രോ ടൂളായിരിക്കും. അതേസമയം നമ്മൾ എന്താ പറയുക, പിക്ക് ബോക്സ് മാത്രമേ കാണിക്കുന്നുള്ളെങ്കിൽ ദാറ്റ് മീൻസ് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു മോഡിഫൈ ടൂളായിരിക്കും. മോഡിഫൈ ചെയ്ത ടൂൾ വേണമെങ്കിൽ എടുത്ത് നോക്കിയോളൂ, കണ്ടോ മൂവ്. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വേണമെങ്കിൽ മിറർ. ഇപ്പോൾ സെലക്ട് ഒബ്ജക്ട്സ്, ദാറ്റ് മീൻസ് അപ്പോൾ നമ്മൾ കാണിക്കുന്ന ആ ഒരു ക്രോസ് ഹെയറിൻ്റെ സെൻറ്ററിലുള്ള ബോക്സിൻ്റെ സൈസാണ്. ഇനി എങ്ങനെയാണ് ഈ ബോക്സിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ ബോക്സിൻ്റെ സൈസ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പിക്ക് ബോക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. PICK നമ്മൾ പിക്ക് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിക്ക് ബോക്സ് എന്ന് പറഞ്ഞ് വരും കേട്ടോ. ഇവിടെ പിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ആണ് ഇതിൻ്റെ സൈസ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു 10 ആക്കിയെന്ന് വെച്ചോളൂ. സോ ഞാനിവിടെ 10 ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് ആ പിക്ക് ബോക്സിൻ്റെ സൈസ് ഒത്തിരി വലുതായി. ഇനിയിപ്പോൾ നമ്മളൊരു കോപ്പി എടുത്ത് നോക്കി കണ്ടോ, അത്രയും വലിയൊരു ബോക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സെയിം വേ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ക്രോസ് ഹെയറിൻ്റെ സൈസും നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു സിസ്റ്റം വേരിയബിൾ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കർസർ സൈസ് എന്നൊരു ഓപ്ഷൻ നമുക്ക് ഇതിൽ വരുന്നുണ്ട് കണ്ടോ. CUR എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നുണ്ട് കർസർ സൈസ്. ഇപ്പോൾ കർസർ സൈസ് ഇപ്പോൾ 5 ആണ് നിൽക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചില ഓഫീസുകളിലൊക്കെ ചെന്നിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ കാണുന്ന പോലത്തെ ചെറിയ കർസർ ആയിരിക്കില്ല. അപ്പോൾ അവർ ചിലപ്പോൾ അത് 100% ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും. 100 ഉണ്ടോ ഇതുപോലെ ആയിരിക്കും കണ്ടായിരിക്കാം. അപ്പോൾ അതിൽ പേടിക്കാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, കർസർ സൈസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ സൈസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ 5 ആക്കണമെങ്കിൽ വീണ്ടും പഴയ പോലെ തന്നെ. അതുപോലെ തന്നെ എനിക്കൊരു പിക്ക് ബോക്സ് പഴയ പോലെ തന്നെ പിക്ക് ബോക്സ് ആക്കണമെങ്കിൽ പിക്ക് ബോക്സിൻ്റെ സൈസ് എനിക്കൊരു 5 മതിയെങ്കിൽ 5. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, എക്സ്ക്യൂസ് മീ 1 മിനിറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ തന്നെ പറയാം, നമ്മളൊരു സ്റ്റാറ്റസ് ബാർ എന്ന് പറയാം ശരിക്കും ഇതിൽ കേട്ടോ. അതായത് ഈ സ്റ്റാറ്റസ് ബാർ ഈ ഒരു കുറച്ച് കാര്യങ്ങളിവിടെ നോക്കി നമുക്ക് കാണാൻ പറ്റും. ഇതിനെ പറയുന്നത് സ്റ്റാറ്റസ് ബാർ. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്കിതിൽ പറയാനുള്ളത്. കൂടുതൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. കാരണം എല്ലാം നമ്മൾ ഇൻട്രൊഡക്ഷനായി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് ഇമ്പീരിയലാണ്. ആ ഇമ്പീരിയലിൻ്റെ സൈസ് ഞാൻ പറഞ്ഞിരിക്കുന്നത് 12 by 9 ആണ്. പക്ഷേ AutoCADൽ ഇവിടെ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷീറ്റിലൊരു ഡ്രോയിങ് ചെയ്യുകയാണെങ്കിൽ ആ ഷീറ്റിനൊരു സൈസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയൊരു ഡ്രോയിങ് ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, അതിനെ സ്കെയിൽ ചെയ്യേണ്ടി വരും. അതേസമയം AutoCAD എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻഫിനിറ്റ് ആണ്. നമുക്ക് എത്ര ലെങ്ത്തിൽ വേണമെങ്കിലും നമുക്കിതിൽ ഡ്രോയിങ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഷീറ്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് സ്കെയിൽ ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സ്കെയിൽ ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടി വരയ്ക്കണമെന്നില്ല. നമുക്ക് ഫുൾ സ്കെയിൽ വരച്ചിട്ട് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ സ്കെയിൽ ചെയ്യാം. അത്ര ടൈം സ്കെയിൽ കിട്ടുന്നുള്ള ഓട്ടോമാറ്റിക്കലി അതിൽ കിട്ടും. അതിനനുസരിച്ച് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണമെങ്കിൽ റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിലെങ്ങനെയാണ് നമ്മുടെ ഡീഫോൾട്ട് ഷീറ്റ് സൈസ് നമുക്കിതിൽ ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിവിടെ ഉണ്ടോ ഗ്രിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഗ്രിഡ് നമ്മൾ ഓൺ ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ഫുള്ള് ഗ്രിഡാണ് കണ്ടോ. പക്ഷെ നമ്മുടെ ഷീറ്റിൻ്റെ സൈസ് നമുക്കിതിൽ കാണാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഷീറ്റിൻ്റെ സൈസ് കറക്റ്റായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഗ്രിഡിൽ പോയാൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ സെറ്റിങ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഗ്രിഡ് ഓൾറെഡി നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫംഗ്ഷൻ കീ എന്ന് പറയുന്നത് F7 ആണ്. ദെൻ നമുക്ക് ഇവിടെ ഗ്രിഡ് എക്സ് സ്പേസിങ് കണ്ടോ. അപ്പോൾ നമുക്കിവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ എക്സിൻ്റെ ഡയറക്ഷനിൽ ഇവിടെ ഒരു ലൈൻ വരുന്നുണ്ട്, ഇവിടെ ഒരു ലൈൻ ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഓരോ മൈനർ ലൈൻസും 5 കഴിഞ്ഞിട്ട് കണ്ടോ ഒരു വലിയൊരു തിക്ക് ലൈനും കാണുന്നുണ്ട്. അപ്പോൾ ഈ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ 2 ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് എത്രയായിരിക്കണം, ഞാനതൊരു 1 ആയിട്ട് സെറ്റ് ചെയ്യാം. സെയിം തന്നെ വൈ ഡയറക്ഷനിലുള്ളത്. അപ്പോൾ അതും ഞാനൊരു 1 കൊടുത്തു. ഇനി വേണ്ടത് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഡിസ്പ്ലേ ബിയോണ്ട് ലിമിറ്റ്സ്, അതായത് ഡിസ്പ്ലേ ഗ്രിഡ് ബിയോണ്ട് ലിമിറ്റ്സ്. നമ്മുടെ ഷീറ്റ് കഴിഞ്ഞിട്ടും ഇവിടെ ഗ്രിഡിനെ ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. അതിൻ്റെ ആവശ്യമില്ല. കാരണം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇപ്പോൾ കാണുന്ന പോലെ ആയിരിക്കും കാണിക്കാം. അപ്പോൾ നമ്മുടെ ഷീറ്റിൻ്റെ സൈസ് നമുക്ക് കാണാൻ പറ്റില്ല. ജസ്റ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തേക്കുക, ദെൻ ഓക്കെ പറയാം. ഇപ്പോൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഷീറ്റിൻ്റെ സൈസ്. നിങ്ങളൊന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ. ഇപ്പോൾ എവരി 5 ലൈൻസിൻ്റെ ഇടയിൽ ഒരു മേജർ ലൈൻ ഉണ്ട്. അപ്പോൾ ഇത് 5 ആണ്, ഇത് 10 ആണ്, ദെൻ 11, 12 ശരിയല്ലേ. എക്സ് ഡയറക്ഷനിൽ 12ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 9 ആയിരിക്കും. ഇത് 5 ഉണ്ട്, 6, 7, 8, 9 കണ്ടോ. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഷീറ്റിൻ്റെ സൈസൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം, ഷീറ്റിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് എങ്ങനെ വരയ്ക്കാം, ഷീറ്റിൻ്റെ ഔട്ട് സൈഡിൽ വരയ്ക്കുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഷീറ്റിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഫോർമാറ്റിൽ നമുക്കിവിടെ ഡ്രോയിങ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്. അതല്ലെങ്കിൽ ഇതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ലിമിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം.
ഇപ്പോൾ ലിമിറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പറയുന്നത് എപ്പോഴും നമ്മളൊരു ഷീറ്റിൻ്റെ സൈസ് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു LCD മോണിറ്ററിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൻ്റെയൊക്കെ സ്ക്രീൻ സൈസ് പറയാൻ നമ്മൾ ഇതിൻ്റെ ഒരു ഡയഗണൽ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഈ ലോവർ ലെഫ്റ്റ് കോർണർ ടു അപ്പർ റൈറ്റ് കോർണർ. അപ്പോൾ എപ്പോഴും നമ്മുടെ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് നമ്മൾ 0 0 കീപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇനി അപ്പർ റൈറ്റ് കോർണർ എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇവിടുത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അതായത് ഇതിൻ്റെ എക്സും അഗൈൻ ഇതിൻ്റെ വൈയും അല്ലേ. അതുകൊണ്ട് നമ്മുടെ സൈസ് വന്നിരിക്കുന്നുണ്ട് 12/9. അപ്പോൾ എനിക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് എനിക്കിത് 12 എന്നുള്ളത് 15 ആക്കണം. സോ ഞാനിവിടെ 15 കോമ എനിക്ക് ഇതൊരു 12 ആക്കണമെങ്കിൽ 12 ടൈപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ഇതിൻ്റെ സൈസ് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, വീണ്ടും നമുക്ക് ലിമിറ്റ്സ് എടുക്കാം. അപ്പോൾ എനിക്കിതിലൊരു ലോവർ ലെഫ്റ്റ് കോർണർ എപ്പോഴും 0 0 കീപ്പ് ചെയ്യുക. അപ്പർ റൈറ്റ് കോർണർ ഞാനിതിൽ 15 കോമ 10 മതിയെങ്കിൽ ഞാനിവിടെ 10 കൊടുത്തിട്ടുണ്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ സെറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മളിതിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഒരു ഷീറ്റ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇനി ലിമിറ്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ലോവർ ലെഫ്റ്റ് കോർണറിൻ്റെ ഇവിടെ ഒരു ഓപ്ഷണലായിട്ട് ഇവിടെ ഓൺ ഉണ്ട്, ഓഫ് ഉണ്ട്. വൺസ് നമ്മളിവിടെ ഓൺ ചെയ്യുന്ന വെച്ചോളൂ, ലിമിറ്റ്സ് എടുത്തു, ഇവിടെ എന്താ പറയുക, നമ്മൾ സൈസൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇവിടെ ഓൺ ഓപ്ഷൻ ചൂസ് ചെയ്തു. ഇനി നിങ്ങളൊരു ലൈൻ എടുത്തിട്ട് ജസ്റ്റ് ഇവിടെ ഔട്ട് സൈഡ് ഷീറ്റ് ഒന്ന് വരച്ച് നോക്കി, വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമുക്ക് ഇൻസൈഡിൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നമ്മുടെ ലിമിറ്റ്സ് ഓണായി കിടക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലിമിറ്റ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. ഓഫ് ചെയ്താൽ നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സ്കെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ലിമിറ്റ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ലിമിറ്റ്സിൽ വരുന്നത്. നമുക്ക് നമ്മുടെ ഡീഫോൾട്ടിൻ്റെ ഷീറ്റ് സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. സെയിം ടൈം നമുക്ക് വിത്തിൻ ഷീറ്റിൽ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് ലിമിറ്റ്സും വരയ്ക്കാം. അത് കൺട്രോൾ ചെയ്യാനാണ് നമ്മൾ ഈ പറഞ്ഞ ലിമിറ്റ്സിൽ ഓൺ ഓർ ഓഫ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ ഒരു ലൈൻ സ്കെച്ച് ചെയ്യും. അതിനു മുൻപായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു ഷീറ്റ്, ഇതിപ്പോൾ നമ്മുടെ ഷീറ്റാണ്, ഈ ഷീറ്റിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണം എങ്ങനെയാണ്, ഒബ്ജക്റ്റിനെ അല്ല ഷീറ്റിനെ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ ഈ ഷീറ്റിലൊരു ഒബ്ജക്റ്റ് വരച്ചിട്ടുണ്ട്, അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് അടക്കം ഈ ഷീറ്റിനെ നമുക്ക് എങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ജസ്റ്റ് സ്ക്രോൾ പ്രസ് ആൻഡ് ഹോൾഡ് ഉണ്ടോ. അപ്പോൾ നമുക്ക് പാൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് വരും, ഒരു സിമ്പിൾ വരുന്നുണ്ട്, ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യാം കേട്ടോ. ദെൻ നമ്മൾ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സൂം ഇന്നും സൂം ഔട്ടും കിട്ടും. ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ സൂമിനും സൂം ഔട്ടും ചെയ്ത് പാൻ ചെയ്ത് കറക്റ്റ് ചെയ്ത് വയ്ക്കാം. സ്ക്രോളിൽ തന്നെയാണ് ഓക്കെ രണ്ടും ചെയ്യുന്നത്. ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ ഷീറ്റ് മൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ കേട്ടോ, സ്ക്രോൾ പ്രസ് ചെയ്യണത്. അല്ലാതെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ മോഡിഫൈയിൽ മൂവ് എന്നുള്ള കമാൻഡ് എടുത്ത് തന്നെ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നമുക്കിതിൽ ഇങ്ങനെയാണ് ഒരു ലൈൻ നമ്മൾ സ്കെച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ഗ്രാഫ് പോലെയാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ലൈൻ വരയ്ക്കാൻ സാധാരണ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഓരോ പോയിന്റ്സ് നമ്മൾ മാർക്ക് ചെയ്യും. അതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ പോയിന്റ് ടു പോയിന്റ് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലൈൻസ് വരയ്ക്കുന്നത്. ആ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈനിൽ വരുന്നത് നമ്മളിതിനെ പറയുക കാർട്ടീഷ്യൻ മെത്തേഡ് അല്ലെങ്കിൽ ആബ്സല്യൂട്ട് കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ പറയാം. അപ്പോൾ അതിൽ നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് കോമ വൈ കോമ സെഡ്. ദാറ്റ് മീൻസ് ആദ്യം എക്സ് വാല്യൂ കൊടുക്കുക, കോമ വൈ വാല്യൂ കൊടുക്കുക. ഇവിടെ സെഡ് വാല്യൂ 0 ആയതുകൊണ്ട് നമ്മൾ സെഡ് കൊടുക്കണ്ട. ഇപ്പം എന്നൊരു ലൈൻ എടുത്തു. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു കമാൻഡ് വേണം, വെറുതെ പോയിന്റ് ഇൻപുട്ട് ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ കമാൻഡ് ലൈനിൽ നോക്കുക, ലൈൻ കമാൻഡ് ആക്ടിവേറ്റ് ചെയ്തു. ഇനി പറയുന്നത് ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് കണ്ടോ, ഇപ്പോൾ എക്സിൽ നിന്ന് 2 പോയിന്റ് മാറിയിട്ടും വൈയിൽ നിന്ന് 1 പോയിന്റ് മാറിയിട്ടും. ദാറ്റ് മീൻസ് എക്സ് കോമ വൈ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയായിരിക്കും 2, 1 ഉണ്ടോ. 2, 1 ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്കിത് മനസ്സിലാവും. ഓക്കെ, 2, 1 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ നിൽക്കുന്നത് ഇപ്പോൾ 2 ആണ്. എനിക്ക് അതിൻ്റെ കൂടെ ഒരു 6ഉം കൂടിയും ആഡ് ചെയ്യണം. ദാറ്റ് മീൻസ് അപ്പോൾ എത്രയായി, എക്സിൻ്റെ വാല്യൂ 8 ആയി. വൈ സെയിം വാല്യൂ തന്നെ കീപ്പ് ചെയ്യണം. ദാറ്റ് മീൻസ് 8, 1 ഞാൻ എൻ്റർ ചെയ്തു. കൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും 8, 1 ആണ്. അഗെയിൻ എനിക്ക് ഇതിനൊരു വെർട്ടിക്കൽ ലൈൻ, ദാറ്റ് മീൻസ് ഒരു വെർട്ടിക്കൽ ലൈൻ 2 യൂണിറ്റ് മുകളിലേക്ക്, ദാറ്റ് മീൻസ് വൈയിൽ എനിക്കൊരു 2 യൂണിറ്റ് മുകളിലേക്ക് സ്കെച്ച് ചെയ്യണം. അപ്പോൾ എക്സ് വാല്യൂ ചേഞ്ച് ആവുന്നില്ല. സോ എക്സ് ഞാൻ 8 തന്നെ കൊടുത്തു. വൈ ഓൾറെഡി ഇപ്പോൾ 1 ആണ്, അതിൻ്റെ കൂടെ 2 കൂടിയും ആഡ് ചെയ്തു. സോ 8, 3. അഗെയിൻ എനിക്ക് ഇവിടെ നിന്ന് ഒരു 4 യൂണിറ്റ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇങ്ങനെ ഒരു 4 യൂണിറ്റ് ഇങ്ങോട്ട് ഈ ഒരു പോയിന്റ് വരെ.
അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഓൾറെഡി നമുക്ക് നിൽക്കുന്നത് 8 ആണ്. അപ്പോൾ അതിന് നമ്മളൊരു 4 പോയിന്റ് ലെസ് ചെയ്ത് എത്രയായി? 4 ആയി. y വാല്യൂ സെയിം തന്നെ. സോ 4,3. അഗെയിൻ എനിക്ക് വെർട്ടിക്കലി ഒരു 4 പോയിന്റ്സ് അപ്വേർഡ് ഡയറക്ഷനിൽ, ദാറ്റ് മീൻസ് എനിക്ക് y ഡയറക്ഷനിലേക്ക് വേണം. അപ്പോൾ ഓൾറെഡി എക്സ് ചേഞ്ച് ആവുന്നില്ല. എക്സിൻ്റെ നമ്മുടെ വാല്യൂ ഇവിടെ ഓൾറെഡി 4 തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 4 എന്ന് പറഞ്ഞ വാല്യൂ ഇവിടെ കൊടുത്തു, കോമ. വൈൻ്റെ വാല്യൂ ഇപ്പോൾ നിൽക്കുന്നത് 3 ആണ്. എനിക്കൊരു 4 കൂടി ആഡ് ചെയ്യണം, ദാറ്റ് ഈസ് 7. ഓക്കെ. അഗെയിൻ എനിക്ക് ഇനി വേണ്ടത് ഈ ഒരു ലൈൻ വരയ്ക്കണം. ദാറ്റ് മീൻസ് എനിക്ക് ഹൊറിസോണ്ടലി ഇതിനെ 2 പോയിന്റ് ബാക്കിലേക്ക് വരണം. ദെൻ വെർട്ടിക്കൽ വാല്യൂ ചേഞ്ച് ആവുന്നില്ല. ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മുടെ ഹൊറിസോണ്ടലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ് വാല്യൂ ഇപ്പോൾ നിൽക്കുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ അതിന് 2 ലെസ് ചെയ്യാണ്. സോ 2, വൈ സെയിം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ 7 കൊടുത്തു. ഓക്കെ, എൻ്റർ ചെയ്തു. ഇനി എനിക്ക് വീണ്ടും ഇതേ പോയിന്റിലേക്കാണ് വരേണ്ടത്. അപ്പോൾ അതേ പോയിന്റിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളതിൽ കൊടുത്ത ഫസ്റ്റ് വീണ്ടും അതേ പോയിന്റ് എന്ന് പറഞ്ഞാൽ 2,1 ആയിരുന്നു. സോ 2,1 കൊടുത്തു, എൻ്റർ ചെയ്തു. ഇനി ചോദിക്കാണ് വീണ്ടും അടുത്ത പോയിന്റ് ഉണ്ടോ? അടുത്ത പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എസ്കേപ്പ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ലൈൻ നമ്മളിതിൽ സ്കെച്ച് ചെയ്യുന്നത്. ഓക്കെ. ഇനി നമ്മളിപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഇതിൽ പോയിന്റ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു എന്നുണ്ടെങ്കിലും, നമ്മൾ ലൈൻ എടുക്കുമ്പോൾ ഇതിൽ 1-2 ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്തായാലും ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ലൈൻ സ്പെസിഫൈ ഫസ്റ്റ് പോയിന്റ്. ഞാൻ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരക്കണമെങ്കിൽ മാത്രം നമ്മൾ ഇൻപുട്ട് ചെയ്താൽ മതി. എവിടെയെങ്കിലും വരച്ചാൽ മതി, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ തന്നെ അടുത്ത് ചോദിക്കുന്നത് ലൈൻ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് ഓർ അൺഡു എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ദാറ്റ് മീൻസ് ആക്ച്വലി എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടിരുന്നത് അവിടെ നിന്നല്ല. എനിക്കിതാ ഈ പോയിന്റിൽ നിന്നായിരുന്നു, 10,1 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നായിരുന്നു. പക്ഷെ ഞാൻ അറിയാണ്ട് അവിടെ ക്ലിക്കായിപ്പോയി. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിതിനെ ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ അൺഡു ചെയ്യാം. സോ അൺഡു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എനിക്ക് കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ ഞാൻ 10,1 കൊടുത്തു. കണ്ടോ? അടുത്തത് എനിക്ക് എക്സിൽ ഒരു 2 യൂണിറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഞാനത് 12,1 കൊടുത്തു. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പോയിന്റ് കൊടുത്തു, സെക്കൻഡ് പോയിന്റ് കൊടുത്തു. ഇനി അഗെയിൻ ഞാൻ വെർട്ടിക്കലി അപ്പോഴായിട്ട് ഒരു 2 യൂണിറ്റ്സ് ഞാൻ ആഡ് ചെയ്യണം. സോ ഇപ്പോൾ ഓൾറെഡി നമുക്ക് എത്ര നിൽക്കുന്നത്? 12 ആണ്. വൈൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് അതിനോട് 2 ആഡ് ചെയ്തു, 3. അപ്പോൾ ഞാൻ എത്ര പോയിന്റ് ഡിഫൈൻ ചെയ്തു? 1, 2, 3. ഈ 3 പോയിന്റ് ഡിഫൈൻ ചെയ്തപ്പോൾ ദർ ഈസ് വൺ മോർ ഓപ്ഷൻ ഇസ് ദാറ്റ്, അതാണ് ക്ലോസ്. ഇപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്താൽ ഈ പോയിന്റിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് ക്ലോസ് ആയിട്ട് കമാൻഡ് എക്സിറ്റ് ആവും. അതർവൈസ് വി ക്യാൻ കണ്ടിന്യൂ, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. സോ ഞാൻ വീണ്ടും എന്ത് ചെയ്തു? ഇവിടെ 10, ഇതന്നെ കൊടുത്തു. ഇനി എനിക്ക് നേരെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും വന്നിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും പഴയ പോയിന്റ് 10,1 കൊടുക്കണമെന്ന് കാര്യമില്ല. നമുക്ക് ജസ്റ്റ് ക്ലോസ് യൂസ് ചെയ്യാം. അപ്പോൾ അതാണ് അൺഡു അല്ലെങ്കിൽ ക്ലോസ്. ഇങ്ങനെ 2 ഓപ്ഷനാണ് നമുക്ക് മെയിനായിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുമ്പോൾ അതിൽ വരുന്ന സബ് ഓപ്ഷൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റത്തെ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, എങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് മെത്തേഡിൽ നമുക്കൊരു ലൈൻ സ്കെച്ച് ചെയ്യാം എന്നുള്ള രീതിയിൽ. ഓൾറെഡി നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം മതി എന്താണ്, എങ്ങനെയാണ് നമ്മൾ AutoCAD എക്സാക്ട്ലി പോയിന്റ്സ് നമ്മൾ പിക്ക് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു മെത്തേഡിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഇവിടെ നമ്മൾക്ക് ഈ ഒരു ഒബ്ജക്റ്റ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് തന്നെ ഇറേസ് ചെയ്യാം. അപ്പോൾ ഇറേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കമാൻഡ് ഉണ്ട്. നമുക്ക് മോഡിഫൈയിൽ പോയാൽ നമുക്കിവിടെ ഇറേസ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഇവിടെ വരുന്നുണ്ട്. അതിൽ എൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ഇ ആണ്. നമ്മൾ ഇറേസർ എടുക്കുന്ന പോലെ തന്നെ ഉണ്ടോ, ഇതിൽ സെലക്ട് ചെയ്യുക, ഇതിന് സെലക്ട് ചെയ്യുക, എൻ്റർ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ പിക്ക് ചെയ്ത് നമ്മൾ ഡിലീറ്റ് ചെയ്യണം. ശരിക്കും നോർമൽ കേസിൽ നമ്മൾ ഇവിടെ മോഡിഫൈയിൽ പോയിട്ട് നമ്മൾ ഇറേസ് ഒന്നും എടുക്കില്ല. അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇറേസ് ഉണ്ടെങ്കിലല്ല നമ്മൾ ചൂസ് ചെയ്യാം. നമുക്ക് ഇതിന് പകരം കണ്ടോ, ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കണ്ടോ ഒരു വിൻഡോ പോലെ വരുന്നുണ്ട് അതിൽ. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഈ വിൻഡോ മൂവ് ചെയ്യുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണ്. റൈറ്റ് ഡൗൺ ആയാലും അപ്പ് ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഒരു വിൻഡോ സെലക്ഷൻ. ദാറ്റ് മീൻസ് നമ്മൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇതന്നെ നമ്മൾ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്കാണെങ്കിൽ കണ്ടോ, ഇതിനെ പറയാം ക്രോസിംഗ് വിൻഡോ എന്ന് പറയാം. ആ വിൻഡോൻ്റെ ഡിഫറൻസ് നിങ്ങൾ കളറല്ല നോക്കേണ്ടത്, അതിൻ്റെ ബോർഡർ നോക്കുക. കണ്ടോ, ഇതിൻ്റെ ഔട്ടർ കണ്ടോ കണ്ടിന്യൂസ് ലൈൻ പോലെ വരുന്നത്, ഇതിൻ്റെ കണ്ടോ ഡോട്ടർ ലൈൻ, ദാറ്റ് മീൻസ് ഒരു ഹിഡൻ ലൈൻ പോലെ വരുന്നത്. എന്താ ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വിൻഡോ സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ വിൻഡോയിൽ ഫുള്ളി ഇൻക്ലൂഡ് ആയത് മാത്രമേ സെലക്ഷൻ ആവുള്ളൂ. കണ്ടോ, ഇപ്പോൾ ഈ വിൻഡോയിൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും, അതിൽ ആ വെർട്ടിക്കൽ ലൈൻ മാത്രമേ ഹൈലൈറ്റ് ചെയ്തുള്ളൂ. ഇപ്പോൾ നോക്കി 2 വെർട്ടിക്കൽ ലൈൻസ്. ഇപ്പോൾ നോക്കി, ഇപ്പോൾ നമുക്ക് 3 വെർട്ടിക്കൽ ലൈൻസും 2 ഹൊറിസോണ്ടൽ ലൈൻ മാത്രമേ.
അതേസമയം ഇത് തന്നെ ഞാൻ ജസ്റ്റ് കണ്ടോ ഇങ്ങനെ വരച്ചെടുക്കുന്നു. ഇതിൽ നോക്കിക്കണ്ടോ, ഇതിൽ 3 ലൈൻസും ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ക്രോസിംഗ് വിൻഡോ എന്ന് ഉദ്ദേശിക്കുന്നത് അതിൽ ഫുള്ളി ഇൻക്ലൂഡ് ആവുന്നതും അല്ലെങ്കിൽ പാർഷ്യലി ഇൻക്ലൂഡ് ആവുന്നതും കൂടി സെലക്ഷൻ ആവും. നമുക്ക് പെട്ടെന്ന് ഡിലീറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു ക്രോസിംഗ് വിൻഡോ അങ്ങനെ സെലക്ട് ചെയ്താലും മതി. അതല്ലെങ്കിൽ വിൻഡോ സെലക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയും സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 2 ടൈപ്പ് സെലക്ഷൻ ഉണ്ട്. പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്യുക, അഗൈൻ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് പ്രസ് ചെയ്യുക. ഇറേസിൻ്റെ കമാൻഡിൻ്റെ ആവശ്യം നമുക്കതിൽ വരുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിതിൽ സെലക്ഷൻ മെത്തേഡ്സ് പറയാനുള്ളത്. പിന്നെ നമ്മളൊരു ഇറേസ് എന്നൊരു കമാൻഡ്. ഇനി ഞാനിപ്പോൾ നേരത്തെ വരച്ച ആ സെയിം ഡ്രോയിങ് തന്നെ നമുക്കിനി അടുത്തൊരു മെത്തേഡിൽ നമ്മൾ വരയ്ക്കുകയാണ്. അത് നമ്മൾ പറയാം ഇവിടെ റിലേറ്റീവ് റെക്ടാങ്കുലർ മെത്തേഡ് എന്ന് പറയും. ഇപ്പോൾ റിലേറ്റീവ് റെക്ടാങ്കുലർ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മെയിൻ ചെയ്യേണ്ടത് റിലേറ്റീവ് ടു ദി ലാസ്റ്റ് പോയിന്റ് ഡിഫൈൻഡ് ഓർ പ്രീവിയസ് പോയിന്റ് ഡിഫൈൻഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വി ഡിഫൈൻഡ് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ അല്ലേ. നമ്മൾ ഈ ഒരു 0, 0 എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പോയിന്റ് ഡിഫൈൻ ചെയ്തത്. ദാറ്റ് മീൻസ് ഈ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,1. അതല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പോയിന്റ് പറഞ്ഞു എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 8,1. അപ്പോൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മളെല്ലാം പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ്. അതേസമയം ഇതിൽ നമ്മൾ അങ്ങനെയല്ല പറയുക. ഇതിൽ പറയുന്നത് ഇപ്പോൾ സപ്പോസ് ഞാൻ ഈ ഒരു പോയിന്റ് ഡിഫൈൻ ചെയ്താൽ ഇനി അടുത്തൊരു പോയിന്റ്, ഈ ഒരു പോയിന്റ് ഞാൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ കൗണ്ട് ചെയ്യുക. ഇതാണ് എൻ്റെ ഒറിജിൻ ആയിരിക്കുക. ദാറ്റ് മീൻസ് ഈ ഒറിജിൻ അങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് ഒറിജിൻ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് എത്ര പോയിന്റ് ഉണ്ട്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്, 10 ഉണ്ട്. അതേസമയം ഇവിടെ നിന്നാണെങ്കിൽ എത്രയായിരിക്കും, ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് 8 പോയിന്റ്സ് ഉള്ളത് ഉണ്ടോ. 1 2 3 4 6 പോയിന്റ്സ്. 1 2 3 4 5 6. അതേസമയം വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ 8 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളൊരു മൂവ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എക്സിൽ മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ, വൈയിലില്ല. ദാറ്റ് മീൻസ് വൈ ഇതേ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും വൈ അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ @then x, y എന്നാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് കറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു പോയിന്റ് വേണമെങ്കിൽ വരച്ചോ. സോ ഇപ്പോൾ എക്സാക്ട്ലി ഞാനിപ്പോൾ ഒരു ലൈൻ എടുത്തു. ഈ ഒരു പോയിന്റ് നമുക്കറിയാം 10,1 ആണ്. സോ 10,1 എൻ്റർ ചെയ്യും. ആദ്യത്തെ ഞാൻ പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യാണ്. യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അതായത് ഇപ്പോൾ സപ്പോസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെയുള്ള എക്സിൻ്റെ വാല്യൂ, എക്സ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 6 ആണ്. സോ 6, y എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. അഗെയിൻ ഇതേ സെയിം ഡ്രോയിങ് നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കൽ ലൈനാണ്. ദാറ്റ് മീൻസ് ഇവിടെ എക്സ് വാല്യൂ ഡീവിയേറ്റ് ചെയ്യുന്നില്ല. എക്സ് = 0 ആയിരിക്കും. y ആണ് ചേഞ്ച് ആവുന്നത്. y ഇവിടെ ചേഞ്ച് ആവുന്നത് എത്രയാണ് നോക്കി, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 2 ആണ്. സോ എക്സ് ആണ് @0, ദെൻ y എന്ന് പറയുന്നത് 2 എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് ഇങ്ങോട്ടേക്കാണ് വേണ്ടത്. ഇങ്ങോട്ടേക്ക് നമുക്കറിയാം ബാക്ക്വേർഡ് ഒരു 4 വേണ്ടത്. 4 കൊടുത്തപ്പോൾ, അതായത് നമ്മൾ നേരത്തെ 6 കൊടുത്തപ്പോൾ റൈറ്റിലേക്ക് പോയി. ദാറ്റ് മീൻസ് നമുക്ക് ലെഫ്റ്റിലേക്ക് വരണമെങ്കിലോ -6 കൊടുക്കണം. സോ അപ്പോൾ ഇതിൽ -4 വേണ്ടു. -4, 0. ഓക്കെ, ഇനി അഗെയിൻ എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം. അപ്പോൾ അത് വെർട്ടിക്കൽ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ, ഹൊറിസോണ്ടൽ നമുക്ക് ഡീവിയേഷൻ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് എന്താ വേണ്ടത്, എക്സ് 0 ആണ്. അഗെയിൻ ദെൻ വൈൻ്റെ വാല്യൂ നമുക്ക് വന്നിട്ട് 4 കൊടുത്തു. ക്ലിയറായോ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോയിങ് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. സോ അടുത്തത് നമുക്ക് വരുന്നത് എക്സ് ബാക്കിലേക്കാണ്. ദാറ്റ് മീൻസ് -2 ആയിരിക്കും. വൈൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി നമുക്ക് ക്ലോസ് കമാൻഡ് യൂസ് ചെയ്ത് തന്നെ ക്ലോസ് ചെയ്യാം. ആക്ച്വലി നമ്മൾ ഈ ഒരു പോയിന്റ്സ് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഗ്രാഫിൻ്റെയൊക്കെ ആവശ്യം. ശരിക്കും നമുക്ക് ഈ പറഞ്ഞ ഗ്രിഡിൻ്റെ ഗ്രാഫിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ശരിക്കും ഇത് ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതേ ഡ്രോയിങ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലൈൻ എടുത്തു നമുക്ക് എവിടെയെങ്കിലും സംവെയർ എന്താ പറയുക, ഈ ഒരു മോഡൽ നമുക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇനി ചൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താ പറയുക, ഹൊറിസോണലായിട്ട് ഒരു 12 ലെങ്ത്തിലുള്ള ലൈൻ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അപ്പോൾ @12 ദെൻ y ഉണ്ടാവില്ല, 0 കൊടുക്കാം. അല്ലെങ്കിൽ എനിക്കൊരു വെർട്ടിക്കൽ ലൈൻ ഇവിടെ നേരെ വെർട്ടിക്കലായിട്ട് ഒരു 6 വേണമെന്നുണ്ടെങ്കിലോ, സോ അപ്പോൾ x 0 ആയിരിക്കും, 6 കൊടുക്കാം. ഇനി എനിക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമുക്കൊരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, അവിടെ നമുക്ക് x ഉണ്ട് y ഉണ്ട്. സോ അപ്പോൾ ഞാൻ
ഇപ്പോൾ 5,5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ദാറ്റ് മീൻസ് നമ്മൾ ഇതിലൊന്ന് മെഷർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടോ, ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നതും 5 ആയിരിക്കും, അഗൈൻ ഈ ലെങ്ത് എന്ന് പറയുന്നതും 5 ആയിരിക്കും, ശരിയല്ലേ? അപ്പോൾ എക്സിലേക്കും 5, വൈയിലേക്കും 5. ഇതാണ് നമ്മുടെ ഒരു സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, റിലേറ്റീവ് റെക്റ്റാങ്കുലർ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിലും നോക്കാം, ഇതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നിരുന്നാലും നിങ്ങൾ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലത്. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡ് നമുക്ക് വരുന്നുണ്ട് ഇതിൽ, പോളാർ മെത്തേഡ് എന്ന് പറയാം, റിലേറ്റീവ് പോളാർ മെത്തേഡ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് @ ലെങ്ത് ദെൻ ആംഗിൾ, കോമയൊന്നുമില്ല ഇവിടെ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം, ഒരു 6 ലെങ്ത്തിലൊരു ലൈൻ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിന് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ എടുക്കുന്നു, നമ്മൾ എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നു, @ കൊടുക്കുന്നു, ലെങ്ത് എന്ന് പറഞ്ഞിട്ട് 6 കൊടുക്കുക, പിന്നെ ആംഗിളാണ്. ആംഗിൾ നമുക്ക് പറയുന്നത്, അപ്പോൾ നമ്മളതിൻ്റെ ഒരു ആംഗിൾ കോൺസെപ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആംഗിൾ കോൺസെപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഞാനിപ്പോൾ ഒരു ലൈൻ ഇവിടെ നിന്ന് വരയ്ക്കുകയാണ് ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ ഇതൊരു ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി, ദാറ്റ് മീൻസ് ഞാനിവിടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു ലൈൻ ഞാനിവിടെ സ്കെച്ച് ചെയ്യുന്നു. ഇതുപോലെ ഞാൻ കുറേ ലൈൻസ് ഇവിടെ സ്കെച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ലൈൻസ് ഞാൻ ഇവിടെ സ്കെച്ച് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാനൊരു 8 items. ഓക്കെ ഓക്കെ, അപ്പോൾ നോർമലി ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു പോയിന്റ് വരുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കുന്നു. ദാറ്റ് മീൻസ് അപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നതായിരിക്കും ഇതൊരു 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു ഇതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൈലൊന്ന് മാറ്റാം. അപ്പോൾ ഇത് എത്രയായിരിക്കും? അപ്പോൾ ഇതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 90 ആയിരിക്കും. നോർമലി നമുക്ക് എന്തായിരിക്കും, ഇത് എത്രയായിരിക്കും? ഇത് 180 ആയിരിക്കും, ഇത് 270 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആംഗിൾ കോൺസെപ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കാരണം ഇവിടെ നമ്മൾ ആംഗിൾ നമ്മൾ മെഷർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അതായത് ഇത് നമ്മൾ 90, ഇത് ഓരോന്നും നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ട് തരാം. സോ ഇത് 45 ഡിഗ്രിയാണ് വരുന്നത്. അഗെയിൻ ഇത് വന്നിട്ടൊരു, അപ്പോൾ 90 + 45 135 വരും. ഇത് വന്നിട്ട് 180 വരും. അഗെയിൻ ഇത് വന്നിട്ട് 315. അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് പറയാവുന്ന വേറൊരു ആംഗിളും കൂടിയും വരുന്നുണ്ട്, -135 എന്നും പറയാം. അതുപോലെ ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിളിനെ നമുക്ക് -90 എന്ന് പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ 270 എന്നും പറയാം. 270 ഓർ -90 എന്നും ഇതിനെ പറയാൻ പറ്റും. അഗെയിൻ ഇതാണെങ്കിൽ നമുക്ക് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ നമുക്ക് വരുന്നത് 180, സോറി ഇവിടെ ഒരു ചേഞ്ച് പറ്റിയിട്ടുണ്ട്, ഇതാണ് 315 വരാം കേട്ടോ. 315 -45 അഗെയിൻ ഇത് വന്നിട്ട് 225 ആയിരിക്കും. 180 + 45 വേണ്ടത് 225. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കൗണ്ട് ചെയ്യുന്നത് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതിൻ്റെ പോസിറ്റീവ് പോകുന്നത്. ദാറ്റ് മീൻസ് 0, 45 ഇങ്ങനെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരയ്ക്കാം. അതുകൊണ്ട് ഞാൻ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് കേട്ടോ. ദാറ്റ് മീൻസ് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇത് 45 ഡിഗ്രി, സെയിം തന്നെ ഇവിടെ നിന്ന് താഴേക്കാകുമ്പോൾ 225, ഇങ്ങോട്ടേക്കാണെങ്കിൽ 135. ദാറ്റ് മീൻസ് ഇത് 45 ആണെങ്കിൽ കേട്ടോ, അതല്ലെങ്കിൽ ഉണ്ടാവില്ലേ. ഇത് 45 ആയതുകൊണ്ടാണ് ഞാനത് 45 എന്ന് പറയാൻ കാരണം. ഇത് 45 തന്നെ ഓട്ടോമാറ്റിക്കലി ഇത് 45 ആയിരിക്കും, അതുകൊണ്ട് ഇത് 225. ഓക്കെ, അപ്പോൾ അങ്ങനെ. അപ്പോൾ ഈ ഒരു ആംഗിൾ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ എനിക്ക് വേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഒരു 30 ഡിഗ്രിയിൽ
ഒരു 10 യൂണിറ്റ് ലെങ്ത്തിലുള്ള ലൈൻ വരയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? ലൈൻ എടുത്തു, സ്റ്റാർട്ട് പോയിന്റ് കൊടുത്തു, അറ്റ് റേറ്റ് കൊടുക്കണം. ആദ്യം വേണ്ട ലെങ്ത് ആണ്, അത് 10 ആണ്. ദെൻ ആംഗിൾ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ആംഗിളിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യണം. അതല്ലാതെ ഞാനിവിടെ ആംഗിളിൻ്റെ സിമ്പിൾ യൂസ് ചെയ്യാം 30 എന്ന് കൊടുത്തിട്ട് എന്തായിരിക്കും? അത് 1030 എന്നായി പോകും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അങ്ങനെ തന്നെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമുക്ക് 10 ലെങ്ത്തിൽ 30 ഡിഗ്രിയിൽ ഒരു ലൈൻ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇതിൻ്റെ ഒരു ലെങ്ത്ത് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. സോ ഉണ്ടോ, ഇത് 10 ആണ്. ഹൊറിസോണ്ടലിൽ നിന്ന് ഇതിൻ്റെ ഒരു ആംഗിളും കൂടി നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ ഒരു ആംഗിൾ എന്താണെന്ന് നോക്കാം. സോ ഈ ഒരു ആംഗിൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഒരു ലൈൻ നമുക്ക് സ്കെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിൻ്റെ, അതായത് അതിൻ്റെ ട്രൂ ലെങ്ത്ത് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ട്രൂ ലെങ്ത്ത് അറിയാമെങ്കിൽ നമുക്ക് ഈ മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതേസമയം നമ്മൾ തൊട്ട് മുൻപ് പഠിച്ചാലാണെങ്കിൽ നമുക്ക് ട്രൂ ലെങ്ത്ത് അറിഞ്ഞിട്ട് കാര്യമില്ല. അതിൽ നമുക്ക് അറിയേണ്ടത് അതിൻ്റെ ഡെൽറ്റ എക്സും ഡെൽറ്റ വൈ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതാണ് ഈ രണ്ട് മെത്തേഡ്സ് തമ്മിലുള്ളൊരു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആംഗിൾ കോൺസെപ്റ്റ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അപ്പോൾ ഇങ്ങോട്ടാണെങ്കിൽ മൈനസും ഇങ്ങോട്ടേക്കാണെങ്കിൽ ഇത് പ്ലസ്സും ആയിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ആംഗിൾ പോകുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ള ഒരു ലൈനിൻ്റെ ഒരു 3 മെത്തേഡ്സ്. ഓക്കെ, ഇനി ഇതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രേറ്റ് ലൈൻസ്, ഇപ്പോൾ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ, ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു 4 യൂണിറ്റിലുള്ള ഒരു സ്ക്വയർ വരയ്ക്കണം. ലൈൻ എടുത്തു, നമുക്ക് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് ആണെങ്കിൽ എന്ത് ചെയ്യും? അറ്റ് റേറ്റ് 4 ആംഗിൾ, ആദ്യം എനിക്ക് റൈറ്റിലേക്ക് വരയ്ക്കണമെങ്കിൽ 0 കൊടുത്തു. അഗെയിൻ എനിക്ക് മുകളിലേക്ക് വേണമെങ്കിൽ അറ്റ് റേറ്റ് ലെങ്ത് കൊടുത്തു, ആംഗിൾ മുകളിലേക്ക് ആകുമ്പോൾ എത്രയായിരിക്കും ആംഗിൾ? 90. അഗെയിൻ അറ്റ് റേറ്റ് നമുക്ക് വേണ്ട ലെങ്ത്ത് 4. കാരണം ഇവിടെ നമുക്ക് മൈനസും പ്ലസും ഇല്ല. നമ്മൾ തൊട്ട് മുൻപത്തെ മെത്തേഡിലാണ് നമ്മൾ മൈനസും പ്ലസും കൊടുക്കുന്നത്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ഡയറക്ഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈനസ് പ്ലസ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആംഗിളാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇവിടെ നമ്മുടെ മാഗ്നിറ്റ്യൂഡേ ഉള്ളൂ, അതൊരു ആ വാല്യൂ മാത്രം കൊടുത്താൽ മതി. 4 ലെങ്ത്, ദെൻ ആംഗിൾ 180. ഇത് ക്ലോസ് ചെയ്തു. ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലേ. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് നമുക്ക് ഓർത്തോ എന്ന് പറയും. F8 കേട്ടോ. ഇവിടെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ F8 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കീ ഉണ്ട്. F8 ഓൺ ആക്കി വയ്ക്കാം. ഇനി നമ്മളൊരു ലൈൻ എടുക്കുക, ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, മൂവ് ചെയ്ത് നോക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മുടെ കർസർ മൂവ് ചെയ്യുന്നുണ്ടോ? ദാറ്റ് മീൻസ് അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ ബാൻഡ് ലൈൻ വരുന്നുണ്ടോ? ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം നമ്മൾ ജസ്റ്റ് F8 ഓഫ് ചെയ്താൽ കണ്ടോ നമുക്ക് ഏത് ഡയറക്ഷനിലും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു ഡയറക്ഷൻ കാണിച്ചെന്ന് വെച്ചോളൂ, 5 കൊടുത്താൽ ആ ഡയറക്ഷനിൽ 5 ക്രിയേറ്റ് ആവും. പക്ഷെ ഇത് എത്ര ആംഗിളെന്നോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രോബ്ലം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ആംഗിൾ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പോളാർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ നമുക്ക് വരയ്ക്കണമെങ്കിൽ ഓൾറെഡി നമുക്ക് റെക്ടാംഗിൾ ഓപ്ഷനൊക്കെ ഉണ്ട് ഇവിടെ. അതല്ലാതെ ലൈൻ വെച്ച് വരയ്ക്കുമ്പോൾ ലൈൻ എടുക്കുക, നമ്മൾ ഈ പറഞ്ഞ ഓർത്തോ അല്ലെങ്കിൽ F8 ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക, ദെൻ ക്ലിക്ക് ചെയ്യാം. എനിക്കിപ്പോൾ ഒരു 5 ആണെങ്കിൽ 5 എൻ്റർ ചെയ്യാം. അഗൈൻ ഈ ഡയറക്ഷൻ കാണിക്കണം കേട്ടോ, അല്ലാതെ നമ്മൾ അറിയാണ്ട് ഇങ്ങോട്ട് ആയപ്പോഴെങ്കിൽ ഇങ്ങോട്ട് ക്രിയേറ്റ് ആയി പോകും. സോ ഈ ഡയറക്ഷൻ കാണിച്ചു, 5 എൻ്റർ. അഗൈൻ ഇങ്ങോട്ടേക്ക് ഞാനിവിടെ 5 എൻ്റർ ചെയ്തു, ദെൻ ക്ലോസ് ചെയ്യാം. ഏതല്ല എനിക്ക് വേണ്ടത്, ആദ്യം ഇവിടെ നിന്ന് പിക്ക് ചെയ്തു, ഒരു 3 വേണം. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 45 ഡിഗ്രിയിലാണ് വേണ്ടത്, 3 തന്നെയാണ്. സോ അറ്റ് റേറ്റ് കൊടുത്തു, 3 കൊടുത്തു, ആംഗിൾ കൊടുത്തു, 45 കൊടുത്തു. ഇങ്ങനെ നമുക്ക് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അഗൈൻ എനിക്ക് വേണ്ടത് ഒരു 3 ആണെങ്കിൽ ഞാനവിടെ 3 എൻ്റർ ചെയ്തു. വീണ്ടും എനിക്ക് അറ്റ് റേറ്റ് 3 ആംഗിൾ 135 ആണെങ്കിൽ ഞാനവിടെ 135 കൊടുത്തു. വീണ്ടും ഇങ്ങോട്ടേക്ക് ഒരു 3 ആണെങ്കിൽ ജസ്റ്റ് ഡയറക്ഷൻ മാത്രം കൊടുത്ത് 3 കൊടുത്തു. എക്സാക്ട്ലി നമുക്ക് ഈ പറഞ്ഞ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓർത്ത് യൂസ് ചെയ്യാം. അല്ലാത്ത കേസിൽ നമ്മൾ പോളാർ എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് തന്നെ നമ്മളിതിൽ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതിയാവും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ എൻ്റെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കോൺടാക്റ്റ് നമ്പർ വരുന്നത്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം അവിടെ, 9387873939 ആണ് എൻ്റെ നമ്പർ വരുന്നത്. എൻ്റെ പേര് സിൻസോ ജോസഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും
ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യാം ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്ലാസ് ഈ ഒരു ടോപ്പിക്സ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. വേറെ എന്തെങ്കിലും നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു ടോപ്പിക് നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഒരു ഡ്രോയിങ് ചെയ്യാനായിട്ട് നോക്കി നോക്കാം. എന്തായാലും ഇതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ.